Hi friends, Assalamualaikum. Bismi കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിയും 250 ml ന്റെ കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയും ഒരു നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് ചെറുതായിട്ട് ഒരു നേന്ത്രപ്പഴത്തിനെ ഇങ്ങനെ 4 ആയിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് ഒരുപാട് നല്ല കറുത്ത് പഴുത്ത് പോകുന്ന പഴം നമ്മൾ വലിച്ചെറിയാൻ വെച്ചിരിക്കുന്ന പഴവും ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനത്തെ ഒക്കെ പഴം ഉണ്ടെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. പഴുത്ത നേന്ത്രപ്പഴത്തിൻ്റെ ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം, അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 250 ml ൻ്റെ കപ്പിൽ എടുത്തിട്ടുള്ള 1 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് മൊരുമരാന്ന് വറുക്കണ്ട. ജസ്റ്റ് നമ്മുടെ ഈ ഗോതമ്പ് പൊടിയുടെ ആ പച്ചച്ചുവ പോകുവോളം ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 3 മിനിറ്റോളം നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് വഴറ്റിയെടുക്കുന്നത് ഈ ഗോതമ്പ് പൊടിയുടെ ആ ഒരു റോസ്റ്റ് ടേസ്റ്റില്ലേ, അത് വരാതിരിക്കാനാണ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നോക്കാം, ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഒരു 3 മിനിറ്റ് മാത്രം തന്നെ ഞാനൊരു ലോ ഫ്ലെയിമിൽ ഇത് വറുത്തെടുത്തിട്ടുള്ളൂ. ഇത്രയും മതിയാകും. ഇനി ഇത് നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതേപോലെ ഒരു 2.5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഈ ശർക്കരയിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത കപ്പിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കാം, ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഒരല്പം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും അതേപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് മൂത്ത് ചുവന്ന കളറൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താലും മതിയാകും. അപ്പോൾ നേന്ത്രപ്പഴം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം. ഇപ്പം നോക്കാം, നമ്മൾ നേരത്തെ ഒന്ന് വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് അരിച്ചിട്ട് ഇതേപോലെ ഒരു കപ്പിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ അളവിനനുസരിച്ച് എന്താ പറയുക, അത് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ശർക്കരപ്പാനിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര മെൽറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ലൂസാക്കി എടുക്കാം.
അപ്പോൾ ഞാൻ ശർക്കരപ്പാനി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെടുത്ത് ഈ 1.5 കപ്പ് വെള്ളം, ശർക്കരയെ മെൽറ്റ് ചെയ്യാൻ എടുത്ത വെള്ളം നമ്മുടെ ഈ ഗോതമ്പ് പൊടിയിലേക്ക് കറക്റ്റാണ് കേട്ടോ. ചെറിയൊരു തരികൾ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തേങ്ങയാണ് കേട്ടോ. ഈ ഇങ്ങനെ തരിതരാന്ന് കിടക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ അതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അത് ഞാനൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം ചെറിയ ജീരകം, ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു നേന്ത്രപ്പഴം ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തത്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം ചേർത്ത് നോക്കുകൊണ്ടോ എന്തായാലും ഇഷ്ടമാകും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശർക്കര ചേർത്ത വിഭവങ്ങളിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് എല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് ഞാൻ ഇതേപോലെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഏതൊരു പാത്രത്തിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ ഞാനൊരു വാഴയില വെച്ചിട്ട് ഒരല്പം ഓയിലൊന്നാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിവിടെ കൂട്ടി വെച്ചിട്ടുള്ള നമ്മൾ ഗോതമ്പ് പൊടി, നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. ലൂസായി പോയി കഴിഞ്ഞാൽ കയ്യിലൊട്ടിപ്പിടിക്കും. വേകുന്ന സമയത്ത് കയ്യിലൊട്ടിപ്പിടിക്കും. പിന്നെ ഇത് വെന്ത് കിട്ടാനും കുറേ സമയം എടുക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. നിങ്ങൾക്ക് ഇതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്ത സമയത്ത് അതിൽ കുറച്ച് നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കും. എള്ള്, കറുത്ത എള്ള്, വെളുത്ത എള്ള്, ഏത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റും കൂടും കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ഇത്രയാണ്. ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഇതേപോലെ ഒരു ഇടിയപ്പച്ചെമ്പാണ്, ഇടിയപ്പം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ചെമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം ഒന്ന് നന്നായി തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ലോ ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റിയിട്ടാണ് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുക. അതിന് ശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിത് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 18 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് കുത്തി നോക്കാം. ഇതാ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയേക്കാം. എന്നിട്ട് ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നോക്കാം, ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് കത്തി കൊണ്ട് ഒന്നും കൂടി ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഗോതമ്പ് പൊടി നേന്ത്രപ്പഴവും കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് കണ്ടോ, നിങ്ങൾക്കിത് ഈ കത്തി വയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല സോഫ്റ്റാണ്.
അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.